الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار والذين كفروا يتمتعون ويأكلون كما تأكل الأنعام والنار مثوى لهم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടു പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് ജീവിത ഇടപാടുകളെ മുഴുവനും കീഴ്പ്പെടുത്തിയും സാധ്യമാകുന്ന അളവിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കാൻ തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പൈശാചിക പ്രലോഭനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പടച്ചവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്ന ജീവിതത്തിന്റെ ഉടമകളായി അവസാന ശ്വാസം വരെയും നിലനിന്നു പോകാൻ അതുവഴി അല്ലാഹു അവന്റെ മുത്തഖീങ്ങളായ അടിയാറുകൾക്ക് വേണ്ടി സജ്ജമാക്കി വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ സ്വർഗ്ഗം അനന്തരമെടുക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പലപ്പോഴും വിശ്വാസി കുടുംബങ്ങളിലേക്ക് പോലും ഇരച്ച് കയറിക്കൊണ്ടിരിക്കുന്ന ലിബറലിസത്തിന്റെ അപകടങ്ങളെയും അനന്തര ഫലങ്ങളെയും സംബന്ധിച്ചും ഇസ്ലാമിന്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാടുകളെ കുറിച്ചുമാണ് കഴിഞ്ഞ ഖുതുബയിൽ ചില കാര്യങ്ങൾ സഹോദരങ്ങളുമായി പങ്കുവെക്കുകയുണ്ടായിരുന്നു. അതിരുകളും നിയന്ത്രണങ്ങളും ഇല്ലാത്ത വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും ആവാമെന്ന നിലപാട് പുലർത്തുന്ന ഈ കൾച്ചറൽ ലിബറലിസം ജീവിതത്തെ കുറിച്ച് അബദ്ധപൂർണമായ കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് സൂചിപ്പിക്കേണ്ടായി. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക പ്രബോധനവുമായി ഇറങ്ങി തിരിച്ചപ്പോൾ അതിനോട് ആ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ സ്വീകരിച്ച നിലപാടിനോട് സമാനമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ളതാണെന്ന ബോധം, ജീവിതത്തിന്റെ എല്ലാ ആനന്ദങ്ങളും ആസ്വാദനങ്ങളും ഈ ദുനിയാവിൽ പരിമിതമാണ് എന്ന കാഴ്ചപ്പാട്,
വ്യക്തികളിലും സമൂഹങ്ങളിലും കൾച്ചറൽ ഈ സാംസ്കാരിക ലിബറലിസം വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ്. ശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിൽ സൂചിപ്പിച്ചതുപോലെ വല്ലദീന കഫറൂ യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആം വന്നാറു മത്വൽ ലഹും. ആ മക്കയിലെ മുശ്രിക്കുകളുടെ നിലപാടിനെ നിരൂപണം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, സത്യനിഷേധികൾ ജീവിതം ഇങ്ങനെ ആസ്വദിച്ച് ഈ കളിവിനോദങ്ങളിലും പരിധികളില്ലാത്ത ആസ്വാദനങ്ങളിലും തളച്ചിട്ടുകൊണ്ട് തിന്നുകുടിച്ച് കഴിയുകയാണ്. എത്തിച്ചേരാനുള്ള അതിന്റെ അനന്തര പരിണതിയായ നരകത്തെ കുറിച്ച് ബോധമില്ലാതെ എന്ന് ഖുർആൻ അവരുടെ നിലപാടിനെ നിരൂപണം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. വ്യക്തികൾക്ക് എന്തുമാകാം, എന്തും ഏതും എപ്പോഴും എവിടെ വെച്ചും ആർക്കും എന്തും ചെയ്യാം എന്ന് വരുമ്പോ ഒരു സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിത്തീരുമ്പോൾ അത്തരം വ്യക്തികളുടെ പരിധികളില്ലാത്ത നിയന്ത്രണങ്ങളില്ലാത്ത സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ ആരും അത്തരം സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാകാൻ പാടില്ല എന്ന് വരുമ്പോൾ അതാണ് ഈ സ്വതന്ത്ര ചിന്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിന്റെ സ്വാഭാവിക ഫലം എന്താണെന്ന് ചോദിച്ചാൽ സമൂഹത്തിൽ സകലവിധ തോന്നിവാസങ്ങളും അശ്ലീലതകളും ആഭാസത്തരങ്ങളും നിർലജ്ജതയും വ്യാപകമാവുക എന്നത് അതിന്റെ ഒരു അനന്തര ഫലമായി സമൂഹത്തിൽ സ്വാഭാവികമായും സംഭവിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ദൗർഭാഗ്യവശാൽ നമ്മുടെ മീഡിയകൾ അതിന് വലിയ പ്രചരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിന്റ് മീഡിയ ആയാലും ഇലക്ട്രോണിക് മീഡിയകളായാലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളായാലും വിഷ്വൽ സാധ്യതകളായാലും ഒക്കെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ഇത് ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി സംഭവിക്കുന്നതാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ജീവിക്കുന്ന സമൂഹത്തിൽ നിർലജ്ജതയുടെ വ്യാപനം ഇതിന്റെയൊക്കെ സ്വാഭാവിക ഫലമെന്നോണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധിയുടെ ഉറവിടമാണ്, ഒരു സമൂഹത്തിന്റെ വിശുദ്ധിയുടെ ഉറവിടമാണ് യഥാർത്ഥത്തിൽ ലജ്ജാബോധം എന്ന് പറയുന്നത്. ഈ ലജ്ജാബോധം എന്നത് മനുഷ്യ പ്രകൃതിയിൽ തന്നെയുള്ളതാണ്. മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമായി നിശ്ചയിക്കപ്പെട്ടതാണ് ഈ ലജ്ജാബോധം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ആദിമ മനുഷ്യൻ അബുൽ ബഷർ ആദം അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നത് തന്നെ ലജ്ജാബോധത്തോടു കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വർഗത്തിൽ അവരോട് ആദം അലൈഹി ഇസ്ലാമിനോടും അവ്വ ബീവിയോടും താമസിക്കാൻ പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുന്ന ഒരു രംഗം സൂറ അൽ അഅറാഫിന്റെ 19 മുതലുള്ള ആയത്തുകളിൽ നമുക്ക് കാണാം. വയാ ആദം ഉസ്കുൻ അൻത വസൗജുക്കൽ ജന്ന ഫകുലാ മിൻ ഹൈതു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ആദമേ, നീയും നിന്റെ ഇണയും ഇവിടെ ശാന്തമായി വസിച്ചുകൊള്ളുക, സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൊള്ളുക. ഇവിടുത്തെ ആസ്വാദനങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാം, പക്ഷെ ചില നിയന്ത്രണങ്ങളുണ്ട്. ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഒരുപാട് നിയന്ത്രണങ്ങളുടെ മതമാണ്, ഒരുപാട് പാടില്ലകളുടെ, ഒരുപാട് വിലക്കുകളുടെ ലോകത്ത് മനുഷ്യനെ തളച്ചിടപ്പെട്ട മതമാണ് ദീനുൽ ഇസ്ലാം എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ അനുവദനീയതകൾ അനേകവും വിലക്കുകൾ വളരെ വിരളവുമാണ് ദീനുൽ ഇസ്ലാം. അത് മനുഷ്യന്റെ പ്രകൃതത്തെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടാണ്. അനുവദനീയതകൾ അധികവും അനേകവും വിലക്കുകൾ വളരെ വിരളവുമാണ് ദീനുൽ ഇസ്ലാം. നിങ്ങൾ അനുവദിക്കപ്പെടാത്ത അല്ലെങ്കിൽ ഹറാമായ വസ്തുക്കളെ കുറിച്ച്, നിങ്ങൾക്ക് അനുവദിക്കപ്പെടാത്ത വസ്തുക്കളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എടുത്തു നോക്കി കഴിഞ്ഞാൽ വളരെ വിരളമേ ആയിട്ടുള്ളത്. നമ്മുടെ കൈവിരലുകളിൽ എണ്ണാവുന്നതേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഓരോ വസ്തുവിന്റെയും പ്രകൃതം അടിസ്ഥാനപരമായി അത് അനുവദിക്കപ്പെട്ടതാണ് എന്നതാണ്. പക്ഷെ ചില നിയന്ത്രണങ്ങൾ അതിനല്ലാതെ വെക്കുന്നത്. ആ നിയന്ത്രണങ്ങൾ സ്വർഗ തോപ്പിൽ ആദം അലൈഹി ഇസ്ലാമയെയും അവ്വയെയും അവിടെ യഥേഷ്ടം അതിന്റെ സൗകര്യങ്ങൾ ആനന്ദങ്ങൾക്ക് അനുഭവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുവദിക്കുമ്പോ ആകെ കൂടി ഒരൊറ്റ വിലക്ക് മാത്രമേ അവരോട് അല്ലാഹു പറയുന്നുള്ളൂ. ഒരൊറ്റ കാര്യത്തോട്, ആ മരത്തോട് നിങ്ങൾ അടുക്കരുത് എന്ന ഒരൊറ്റ സംഗതി മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിലക്കുന്നുള്ളൂ. പക്ഷേ പിശാചി അവിടെ ഇടപെടുകയാണ്. ഫവസ്വസ ലഹുമ ശൈത്താൻ ലിയുബദിയ ലഹുമാ മാ ഊരിയ അൻഹുമാ മിൻ സൗആതിഹിമാ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ മനോഹരമായി ഖുർആൻ ചിത്രീകരിക്കുന്നത് പിശാചി അവരെ വഞ്ചിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. ഫവസ്വസ ലഹുമ ശൈത്താൻ, അവരെ പിശാചി വഞ്ചിച്ചു.
എന്തിനാണ് പിശാച് അവരെ വഞ്ചിച്ചത് എന്നതിനെ കുറിച്ച് തൊട്ടടുത്ത് അല്ലാഹു പറയുന്നത് ലിയുബ്ദിയ ലഹുമാ മാ ഊരിയ അൻഹുമാ മിൻ സൗആതിഹിമാ. അവരിൽ പരസ്പരം മറക്കപ്പെട്ടിരുന്ന നഗ്നതകൾ അവർക്ക് വെളിപ്പെടുത്താൻ വേണ്ടി പിശാച് അവരെ വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിശാച് ഇബ്ലീസ് ആദ്യമായി തന്റെ പണി ആരംഭിക്കുന്നത് മനുഷ്യന്റെ ലജ്ജാബോധത്തെ, ആദം അലൈഹി ഇസ്ലാമയുടെയും പത്നിയുടെയും ലജ്ജാബോധത്തെ ഇല്ലാതാക്കാനാണ്. അതാണ് പരസ്പരം അവരുടെ നഗ്നത വെളിപ്പെട്ടു എന്നാണ്. ആ മരത്തിന്റെ കായ്ഫലം അവർ ഭക്ഷിച്ചപ്പോ, ഫലം അവർ രുചിച്ചപ്പോ ഇരുവർക്കും അവരുടെ നഗ്നത വെളിപ്പെട്ടു എന്നാണ് പറയുന്നത്. പറഞ്ഞാൽ ലജ്ജാബോധത്തിന്റെ മറ നീക്കി എന്നാണ് പറയുന്നത്. എന്നാണ് ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നത്. അവരാ വൃക്ഷത്തിന്റെ ഫലം രുചിച്ചപ്പോ, ആ ഇബ്ലീസിന്റെ പ്രേരണകൾക്ക് അവർ വശംവദരായപ്പോ, അടിപ്പെട്ടപ്പോ, ആ പ്രലോഭനത്തിന് അവർ കീഴ്പ്പെട്ടപ്പോ അവരുടെ ലജ്ജാബോധം നഷ്ടപ്പെട്ടു, നഗ്നത വെളിപ്പെട്ടു എന്നാണ്. പിശാച് ശ്രമിച്ചത് ആദ്യമായി, പിശാച് മനുഷ്യാരംഭത്തിൽ തന്നെ ആരംഭിച്ചതാണ്, തുടങ്ങിയതാണ് ഈ മനുഷ്യനെ, ഈ ലജ്ജാബോധം എന്ന് പറയുന്ന മനുഷ്യ പ്രകൃതത്തിലുള്ള, മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവ ഗുണമായ ഈ ലജ്ജാബോധത്തെ ഇല്ലാതാക്കാനുള്ള, ലജ്ജയെ മനുഷ്യരിൽ നിന്നും ഊരിയെടുക്കാനുള്ള ശ്രമം എന്ന് ഈ പരാമർശത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ സൂറത്തുൽ അഹ്റാഫിന്റെ തുടർച്ചയിൽ പടച്ചറബ് പറയുന്നത് നിങ്ങൾക്ക് വസ്ത്രം അല്ലാഹു നൽകിയത് പടച്ചവന്റെ വലിയൊരു ദൃഷ്ടാന്തമായി കൊണ്ടാണ്. ഈ വസ്ത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇറക്കി തന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം നിങ്ങൾക്ക് നാണം, നഗ്നത മറക്കാൻ വേണ്ടിയാണ് എന്ന് കൂടി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ലജ്ജാബോധമുള്ള മനുഷ്യന് അത് അനിവാര്യമായത് കൊണ്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കണം. യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശ വലിബാസു തഖ്വ ദാലിക ഖൈർ ദാലിക മിൻ ആയാത്തില്ലാഹി ലഅല്ലഹും യദക്കറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കണം, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികൾ നിങ്ങൾക്ക് നഗ്നത മറക്കുന്ന വസ്ത്രം, രണ്ടാമതായിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് അലങ്കാരമായും ശരീരത്തെ സൂക്ഷിക്കുകയും ചെയ്യുന്ന വസ്ത്രം എന്ന്. അപ്പൊ നഗ്നത മറക്കുക എന്നതാണ് വസ്ത്രം കൊണ്ട് വസ്ത്രധാരണത്തിന്റെ മൗലികമായ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ അടിവരയിട്ട് കൊണ്ട് ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ശേഷം, ഈ ആയത്തിന്റെ ശേഷം വലിബാസു തഖ്വ ഖൈർ, നിങ്ങൾക്ക് ഏറ്റവും നല്ല വസ്ത്രം എന്ന് പറയുന്നത്, ഏറ്റവും ഉത്തമമായ വസ്ത്രം എന്ന് പറയുന്നത് തഖ്വയുടെ വസ്ത്രമാണ്. പടച്ചവനെ കുറിച്ചുള്ള ഭയവികാരം ഹൃദയത്തിൽ നിലനിർത്തുക എന്ന വസ്ത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾ അണിയുന്ന, ആഭരണമായി അണിയുന്ന വസ്ത്രത്തെക്കാളും ഉദാത്തമായിട്ടുള്ളത്, ഉത്തമമായിട്ടുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു. വളരെ മനോഹരമായ പ്രയോഗമാണ്. ഈ പ്രയോഗം നടത്തിയതിനു ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മുന്നറിയിപ്പ് കൂടി സത്യവിശ്വാസികൾക്ക് നൽകുന്നുണ്ട്. എന്നെല്ലാം മുഴുവൻ മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുന്നത് തൊട്ടടുത്ത ആയത്തിൽ, യാ ബനി ആദം, അല്ലയോ ആദം സന്തതികളെ, ലാ യഫ്തിനന്നകും ശൈത്താനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ പിതാവിനെ, നിങ്ങളുടെ പിതാക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്നും പിശാച് എങ്ങനെയാണോ പുറത്താക്കിയത്, ആ സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയ പിശാച് നിങ്ങളെ കുഴപ്പത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. യൻസിഉ ലഹുമാ അൻഹുമാ സൗആതിഹിമാ, അവരെ പിശാച് പുറത്താക്കിയത് എങ്ങനെയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ അവർക്ക് പരസ്പരം വെളിപ്പെടുത്തുന്നതിൽ, അതുപോലെ തന്നെ അവരുടെ വസ്ത്രം ഊരിക്കളയുകയും ചെയ്തതുപോലെ നിങ്ങളെ അവൻ കുഴപ്പത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനെ കുറിച്ച് നമ്മെ മുന്നറിയിപ്പ് നൽകുകയാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് സാംസ്കാരിക ലിബറലിസം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നഗ്നത, അല്ലെങ്കിൽ ഈ അശ്ലീലത, ഈ ലജ്ജാബോധത്തെ ഊരിയെടുക്കുന്ന പ്രവണത പൈശാചികമാണ്. പിശാച് ആദം അലൈഹി ഇസ്ലാമിൽ പരീക്ഷിച്ചതാണ്, അല്ലെങ്കിൽ ആദം അലൈഹി ഇസ്ലാമിനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് സാധ്യമാക്കിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പൈശാചികമായ ഒരു തന്ത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ലജ്ജാബോധം വലിച്ചൂരിക്കൊണ്ട്, നിങ്ങളിൽ നിന്നും ലജ്ജാബോധത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പിശാച് നിങ്ങളെ കുഴപ്പത്തിലകപ്പെടുത്തും എന്ന് പറഞ്ഞാൽ വിവസ്ത്രമാവുകയാണ് സ്വാതന്ത്ര്യം എന്ന് ഇതിന്റെ വാക്താക്കൾ നിങ്ങളെ പഠിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിൽ പൊതുബോധം സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കും. വിവസ്ത്രരാവുകയാണ് സ്വാതന്ത്ര്യം. വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു വല്ലാത്ത പാരതന്ത്ര്യമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കുവാൻ, പുരോഗമനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ ഈ ലജ്ജാബോധത്തെ ഇല്ലാതാക്കുവാൻ, നശിപ്പിക്കാൻ എല്ലാ കാലത്തും പിശാച് പണിയെടുക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ലോകാവസാനം വരെ നിലനിർത്തപ്പെട്ട പടച്ചറപ്പിന്റെ വേദഗ്രന്ഥത്തിൽ കാലാതിവർത്തിയായി മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ച ഒരു വേദഗ്രന്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര മനോഹരമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഈ അപഭ്രംശത്തിനെതിരെ, ഈ വൃത്തികേടിനെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകിയത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക.
എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ അതിന് നേരെ വിരൽ ചൂണ്ടുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ലജ്ജ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലജ്ജാബോധത്തെ നശിപ്പിക്കുവാനും വളർത്തിയെടുക്കുവാനുമുള്ള പ്രവണത മനുഷ്യരിൽ ഉണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ദീനുൽ ഇസ്ലാം ആഗ്രഹിക്കുന്നത് മനുഷ്യന് ഈ ലജ്ജാബോധം വളർത്തുവാനാണ്. ഈ ലജ്ജാബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജീവിതം നയിക്കുവാനാണ് മനുഷ്യൻ ദീനുൽ ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിന്റെ പ്രതിയോഗികൾ എല്ലാ കാലഘട്ടങ്ങളിലും ആഗ്രഹിക്കുന്നത്, പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യരിൽ നിന്നും ഈ ലജ്ജാബോധത്തെ ഇല്ലാതാക്കുവാൻ. കാരണം ഈ ലജ്ജയാണ് പലപ്പോഴും മനുഷ്യനെ പല തിന്മയിൽ നിന്നും തടയുന്നത്, പല അരുതായ്മകളിൽ നിന്നും മനുഷ്യരെ അകറ്റുന്നത് മനുഷ്യന്റെ ഉള്ളിലുള്ള ഈ ലജ്ജാബോധമാണ്. അപ്പൊ തിന്മയിൽ നിന്നും മനുഷ്യനെ തടയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ലജ്ജ എന്നതുകൊണ്ട് ദീനുൽ ഇസ്ലാമിന്റെ സ്വഭാവം തന്നെ ലജ്ജയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖ, എല്ലാ മതങ്ങൾക്കും എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട്. ഖുലുഖുൽ ഇസ്ലാമിയൽ ഹയാ, ഇസ്ലാമിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ലജ്ജയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക വ്യക്തിത്വത്തിന്റെ സിബഗത്ത് എന്ന് വേണമെങ്കിൽ, ഒരു ഇസ്ലാമിക വ്യക്തിത്വത്തിന്റെ വർണ്ണം എന്ന് വേണമെങ്കിൽ ലജ്ജയെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ ഇബ്നു മസ്ഊദ് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന മിമ്മാ അദ്റക അന്നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊല ഇദാ ലം തസ്തഹി ഫസ്നഹ് മാ ശിഅത. പ്രവാചക വചനങ്ങളിൽ പ്രഥമമായി, എല്ലാ കാലഘട്ടങ്ങളിലും പ്രവാചക വചനങ്ങളിൽ പ്രഥമമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവർക്ക് അവതീർണമായ, അവർ ജനങ്ങൾക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കലാമാണ്, നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ നിങ്ങൾ എന്തും ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പലതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് അവന്റെ ഉള്ളിലുള്ള ഈ ഒരു ലജ്ജാബോധമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. മറ്റൊരു സന്ദർഭത്തിൽ സഹാബികൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോ ഒരു സഹാബി ഖുറത്ത് ബിനു ഇയാസ് എന്ന് പറയുന്ന സഹാബി ഉദ്ധരിക്കുകയാണ്, കുന്ന മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദുകിറ ഇൻദഹു അൽ ഹയാ, ഞങ്ങളിങ്ങനെ പ്രവാചകന്റെ കൂടെ ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ ആ സദസ്സിൽ ലജ്ജയെ കുറിച്ച് അനുസ്മരിക്കപ്പെടുകയാണ്. അപ്പൊ ചോദിക്കുകയാണ്, ഫഖാലു യാ റസൂലുള്ളാഹ്, അല്ലയോ നബിയെ, അൽ ഹയാഉ ഫിദ്ദീൻ, ഈ ലജ്ജയും ദീനും തമ്മിൽ, ഈ ലജ്ജ ദീനിലുള്ളതാണ്, ഈ ലജ്ജയും ദീനും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൽ ഹുവ ദീനു കുല്ലു, ലജ്ജയും ദീനും തമ്മിൽ ബന്ധമുണ്ടോ എന്നല്ല, ലജ്ജ ദീനിലുള്ളതാണോ എന്നല്ല, ലജ്ജ എന്ന് പറയുന്നത് അത് മുഴുവനും ദീൻ തന്നെയാണ് എന്ന് പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞ ലജ്ജയെ ദീനിന്റെ അവിഭാജ്യ ഘടകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുകയാണ്. ഈമാനും ലജ്ജയും തമ്മിലുള്ള ബന്ധം, ഒരു മനുഷ്യന്റെ വിശ്വാസിയുടെ ഈമാനും ലജ്ജാബോധവും തമ്മിലുള്ള ബന്ധത്തെ ചേർത്തു പറഞ്ഞ ഒരുപാട് സന്ദർഭങ്ങൾ, ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി ഹബീബ് ബക്കർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹയാഉ മിനൽ ഈമാൻ, അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ എന്ന് പറയുന്നത് വിശ്വാസത്തിൽ നിന്നുള്ളതാണ്, ഈമാനിൽ നിന്നുള്ളതാണ്. വൽ ഈമാനു ഫിൽ ജന്ന, ഈമാനാണ് ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ലജ്ജ എന്നതാണ്. ഈമാനിന്റെ ഒരു പ്രൊഡക്റ്റാണ് ലജ്ജ. ലജ്ജ ഈമാനിൽ നിന്നുള്ളതാണ്. ഈ ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിലെത്തുകയുള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ ഈ ലജ്ജയെയും ലജ്ജാബോധത്തെയും ലജ്ജാശീലത്തെയും ഇതുപോലെ തന്നെ ഈമാനിനെയും ഇരട്ടകളായി വിശേഷിപ്പിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഇബ്നു റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അൽ ഈമാൻ ഇന്നൽ ഹയാ വൽ ഈമാൻ ഖുരിനാ ജമീഅ, ഇത് രണ്ടും ഇരട്ടകളാണ്. ഈമാനും ലജ്ജയും ഇരട്ടകളാണ്. അതിൽ നിന്നും ഒന്ന് നഷ്ടപ്പെട്ടാൽ ഒരാളിൽ നിന്ന് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉയർത്തപ്പെട്ടാൽ, നഷ്ടപ്പെട്ടാൽ റുഫിഅൽ ആഖർ, മറ്റേതും സ്വാഭാവികമായി ചോർന്നു പോകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിൽ നിന്നും ലജ്ജാബോധം നഷ്ടപ്പെടുന്ന മുറക്ക് അവരിൽ നിന്നും ചോർന്നു പോകുന്നത് കേവലം ലജ്ജാബോധം മാത്രമല്ല, ഈമാൻ കൂടിയാണ് എന്നതാണ്. ഇത് വളരെ വളരെ ഗൗരവത്തിൽ നമ്മൾ വിലയിരുത്തേണ്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യനിൽ നിന്ന് ലജ്ജാബോധം നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ, നിർലജ്ജത ഒരു മനുഷ്യന്റെ മനോഭാവത്തിൽ വന്നു ചേരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്നത് അവന്റെ ഈമാൻ തന്നെ ചോർന്നു പോകുന്നു എന്നതാണ്. അഥവാ നമ്മുടെയൊക്കെ ഈമാനിന്റെ ഭാഗമായി നമ്മുടെ ഹൃദയത്തിൽ വളർന്നു വരേണ്ട സ്വഭാവ ഗുണമാണ് ലജ്ജ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ലജ്ജ നഷ്ടപ്പെടുന്നതോടുകൂടി ഈമാൻ തന്നെയാണ് നമ്മിൽ നിന്നും ഇല്ലാതായി പോകുന്നത്, ചോർന്നു പോകുന്നത് എന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശേഷിപ്പിക്കപ്പെടുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അശദ്ദു ഹയാ, ഏറെ ലജ്ജാബോധമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു പ്രവാചകൻ. എന്താണ് അതിന്റെ അടയാളം?
പ്രവാചകൻ ഏറെ ലജ്ജാലുവായിരുന്നു എന്ന് പറയുന്നതിന്റെ അടയാളം എന്താണ് എന്ന് പറയുന്നത് ഫൈദാ റഅ ഷൈഅൻ യക്റഹു അറഖനാഹു ഫീ വജ്ഹിഹി. പ്രവാചകന്റെ ആ ഒരു പ്രവാചകൻ ഇഷ്ടപ്പെടാത്ത അനിഷ്ടകരമായ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിന് നിരക്കാത്ത വല്ലതും പ്രവാചകൻ കണ്ടാൽ എന്ന് പറഞ്ഞാൽ ഒരു നമുക്കുണ്ടല്ലോ ഒരു അറപ്പ് തോന്നുന്ന ഒരു സംഗതി എങ്കിൽ ലജ്ജാബോധത്തിന് നിരക്കാത്ത എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അത് പ്രവാചകന്റെ മുഖത്ത് അത് പ്രകടമാകുമെന്നാണ്. ആ അനിഷ്ടം മുഖത്ത് പ്രകടമാകുമെന്നതാണ്. അത് ലജ്ജാബോധത്തിന്റെ ഒരു അനിവാര്യതയാണ്. എന്ന് പറഞ്ഞാൽ അതിനോട്, ആ വൃത്തികേടിനോട്, ആ അശ്ലീലതയോട്, ആ തെറ്റിനോട്, ആ തിന്മയോട് രാജിയാകാൻ കഴിയാത്ത ഒരു മനസ്സ് കാത്തു സൂക്ഷിക്കാൻ കഴിയുക എന്നത് വളരെ വലിയൊരു സംഗതിയാണ്. ലജ്ജയെ കുറിച്ച് മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ. ലജ്ജ നന്മയല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞാൽ ലജ്ജ നന്മ മാത്രമേ ലജ്ജ കൊണ്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനിൽ നിന്നും ഈ ലജ്ജാശീലം നഷ്ടമാകുന്നതോടുകൂടി അവനിൽ നിന്ന് നഷ്ടമാകുന്നത് ഈമാനാണ് എന്ന് പറയുകയുണ്ടായി. ഈമാൻ നഷ്ടമാകുമ്പോൾ ധാർമ്മികത ചോർന്നു പോകും, സദാചാരം നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പിന്നെ വൃത്തികേടുകളുടെ വിളനിലമായി ആ മനുഷ്യൻ മാറുക എന്നതാണ് അതിന്റെ സ്വാഭാവികമായി സംഭവിക്കുക എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ലജ്ജാബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഈമാൻ ചോർന്നു പോവുകയും സദാചാരവും ധാർമ്മികമൊക്കെ അവൻ തകരുകയും വൃത്തികേടുകളുടെ വിളനിലമായി ആ മനുഷ്യ ജീവിതം മാറിപ്പോവുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മൃഗത്തെക്കാളും അധപ്പതിപ്പിക്കുന്ന അങ്ങേയറ്റത്തെ അപകടകരമായ ഒരവസ്ഥയാണ് മനുഷ്യനും ലജ്ജാബോധം നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ദുനിയാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നതാണ്, ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും അള്ളാഹു അവരെ സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. അതിനോട് ചേർത്ത് പറയുകയാണ് അള്ളാഹു, വല്ലദീന കഫറു. ഇതിന് വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന മനുഷ്യരും ദുനിയാവിൽ ഉണ്ടാകും. അവരുടെ കാഴ്ചപ്പാട് എന്താണ്? യതമത്തഹൂന വയക്കുലൂന കമാ തഅകുലുൽ അൻആം വന്നാറു മസ്വൽ ലഹും. അവർക്ക് ഈ ജീവിതം എന്ന് പറയുന്നത് കേവല ആസ്വാദനത്തിന്റെ വേദിയാണ്. ഈ ഒരു സമീപനത്തിലേക്ക് മനുഷ്യൻ മാറുമ്പോൾ കേവലം ആടാനും പാടാനും ആർത്തുല്ലസിക്കാനും വേണ്ടി മാത്രമുള്ള ഒരു വേദിയായി ദുനിയാവിലെ ജീവിതം അവർക്ക് കാണുമ്പോൾ, ഒരു നിയന്ത്രണവുമില്ലാത്ത ജീവിതത്തിന്റെ ഉടമകളായി അവർ മാറുമ്പോൾ ഈ അതിരുകളില്ലാത്ത ആസ്വാദനം അവരെ എത്തിക്കുന്നത് എവിടെയാണ് എന്ന മുന്നറിയിപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. വന്നാറു മസ്വൽ ലഹും. അവർക്ക് പിന്നെ ജന്നത്തിൽ ചേരാനുള്ളത് അള്ളാഹുവിന്റെ നരകത്തിലല്ലാതെ മറ്റെവിടെയാണ് എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി ഈ സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും സംബന്ധിച്ച്. സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഏറെ ഊന്നിപ്പറയുന്ന മൂല്യങ്ങളാണ് എന്ന കാര്യം സൂചിപ്പിക്കേണ്ടായി. എന്നാൽ ഈ മൂല്യങ്ങൾക്ക്, ഈ രണ്ട് മൂല്യങ്ങൾക്കും ലിബറൽ കാഴ്ചപ്പാടുകൾ, ഈ സ്വാതന്ത്ര്യത്തെയും അതുപോലെ തന്നെ സമത്വത്തെയും കുറിച്ചുള്ള ഈ കാഴ്ചപ്പാടുകൾക്ക് ലിബറൽ പിന്നെ കാഴ്ചപ്പാടുകൾ ഇവർക്ക് നൽകുന്ന ആഖ്യാനങ്ങൾ എന്ന് പറയുന്നത് ലജ്ജാബോധത്തെ തകർക്കുക എന്നതാണ്. ലജ്ജാബോധത്തെ തകർക്കുന്ന കാഴ്ചപ്പാടുകളാണ് എന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗദർ ആണെങ്കിലും അതല്ലെങ്കിൽ അതിരുകളില്ലാത്ത ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന സ്ത്രീ പുരുഷ ഇടകലരുകളാണെങ്കിലും ഈ ആഖ്യാനങ്ങളൊക്കെയും ലജ്ജാബോധത്തെ, സമൂഹത്തിന്റെ ലജ്ജാശീലത്തെയും ലജ്ജാബോധത്തെയും ഒക്കെ തകർക്കുകയും അതിന്റെയൊക്കെ കടക്കൽ കത്തിവെക്കുകയും ചെയ്യുന്നതാണ്. ഇതിന്റെ അനന്തരഫലമായി എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ സമൂഹം നാശത്തിന്റെ അടുക്കുമെന്നാണ്. സമൂഹം, ഒരു ജനത ജീവിക്കാൻ അർഹതയില്ലാത്തവരായി മാറും എന്നതാണ് അതിന്റെ തുടർച്ച എന്ന് പറയുന്നത്. ഇന്നല്ലാഹ ഇദാ അറാദ അൻ യുഹ്ലിക അബ്ദൻ നസഖ മിൻഹുൽ ഹയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ അവരിൽ നിന്നും ലജ്ജാശീലത്തെ എടുത്തു മാറ്റുക എന്നതാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ലജ്ജാബോധം നഷ്ടപ്പെടുന്നതോടുകൂടി മനുഷ്യൻ ജീവിക്കാൻ തന്നെ അർഹതയില്ലാത്തവനായി തീരും. സ്വയം നാശത്തിന്റെ കുഴി തോണ്ടുക എന്നതാണ് അതുവഴി സംഭവിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുകയാണ്. ഇനി നമ്മുടെയൊക്കെ ലജ്ജാബോധത്തെ ഇല്ലാതാക്കുന്ന പ്രവണതകൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്കിടയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്, അത് തിരിച്ചറിയുവാനും അതിനെയൊക്കെ പ്രതിരോധിക്കാനും അത്തരം പ്രവണതകളെ ഇല്ലാതാക്കുവാനും ഒക്കെ നമുക്ക് കഴിയുമ്പോൾ മാത്രമാണ് പ്രിയമുള്ളവരെ നമ്മുടെ വരും തലമുറയെ ഇസ്ലാമിന്റെ വർണ്ണമായ ഈ ലജ്ജാബോധത്തിൽ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്ന് അശ്ലീലതകൾ പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. പടച്ചവന് ഒട്ടും ഇഷ്ടപ്പെടാത്ത സംഗതിയാണ്. ഒരു സമൂഹത്തിൽ അശ്ലീലതകൾ പ്രചരിക്കുക, ആഭാസത്തരങ്ങൾക്ക് വലിയ പ്രോത്സാഹനങ്ങൾ നൽകുക, അത്തരം വാർത്തകൾ വളരെ സ്വാഭാവികമായി തീരുക, അതൊന്നും ഒരു വിഷയമല്ലാതായി മാറുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷത ഫിദ്ദല്ലദീന ആമനു ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ. ഈ വൃത്തികേടുകളുടെ വ്യാപനം, വൃത്തികേടുകൾ പ്രചരിപ്പിക്കുക എന്നത് വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഈ വൃത്തികെട്ട വാർത്തകളുടെ പ്രചാരകരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് കരുതി വെച്ചിരിക്കുന്നത് ദുനിയാവിലെ ശിക്ഷ മാത്രമല്ല, പരലോക ശിക്ഷയും കൂടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ വൃത്തികേടുകളുടെ വ്യാപനം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്ന് മാത്രമല്ല, ദുനിയാവിലും ആഖിറത്തിലും മനുഷ്യൻ അള്ളാഹുവിന്റെ ശിക്ഷക്ക് വിധേയമായി തീരുകയാണ് അതിലൂടെ സംഭവിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലജ്ജാബോധം ഇല്ലാതാകുന്നതിന്റെ ഫലമായി ഇസ്ലാമിക ചിട്ടകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന പ്രവണതകളെയും നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീ പുരുഷ ഇടകലരലുകൾ, ഒരു നിയന്ത്രണവും ഇല്ലാത്ത കൂടിച്ചേരലുകൾ, അതുപോലെ തന്നെ വസ്ത്രങ്ങളുടെ പുതിയ ഫാഷനുകൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന പുതിയ ഫാഷനുകളുടെ പേരിൽ സ്ത്രീ പുരുഷന്മാർക്ക് ദീനുൽ ഇസ്ലാം നിശ്ചയിച്ച പരിധികൾ, അതിർവരമ്പുകളൊക്കെ ആ സഹജമായ ലജ്ജാബോധത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിന്റെ ആ സദാചാര വിശുദ്ധി നിലനിർത്താൻ വേണ്ടിയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതൊക്കെ ഒരു തരം പിന്തിരിപ്പനായി വിലയിരുത്തപ്പെടുന്ന ഒരു സമൂഹം, ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഒക്കെ നിലനിൽപ്പിന് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നിയമങ്ങളാണ്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സമൂഹം ധാർമ്മികമായി തകരുകയും അതിന്റെ ഫലം ഈ തലമുറ മാത്രമല്ല വരും തലമുറയും അനുഭവിക്കുകയും ചെയ്യുമെന്ന് പാശ്ചാത്യ ലോകത്ത് നിന്ന് നമ്മൾ പഠിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിലും സൂറത്ത് അഹ്സാബിലും ഒക്കെ നമ്മൾ പഠിച്ചു നോക്കിയാൽ മനുഷ്യർക്കിടയിൽ പുലരേണ്ട, അവർ സ്വീകരിക്കേണ്ട ധാർമ്മികമായ ഒരുപാട് പരിധികളെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതൊക്കെയും നമ്മൾ വളരെ നിഷ്പക്ഷമായി നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ നമുക്ക് മനസ്സിലാവും, ഇതൊക്കെ നമുക്ക് തന്നെ വേണ്ടിയുള്ളതാണ്. ഒരു മനോഹരമായ കുടുംബ ഘടനയെ നിലനിർത്താൻ വേണ്ടിയുള്ളതാണ്. സദാചാര ബോധത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ നിലനിർത്താൻ വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ, ഈ നമുക്കറിയാമല്ലോ, സദാചാരത്തിന് വില കൽപ്പിക്കാതിരുന്ന ഒരു ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നിന്ന് നശിപ്പിച്ച ചരിത്രങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് അല്ലാഹു പറഞ്ഞു തരുന്നുണ്ടല്ലോ. ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ജനതയുടെ ചരിത്രത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, അതിരുകളില്ലാത്ത ഈ ആൺപെൺ കൂടിക്കലരുകൾ പല സന്ദർഭങ്ങളിലും വ്യാപകമായി കൊണ്ടിരിക്കുകയും നമ്മുടെ നാട്ടിലാണെങ്കിൽ ഭരണകൂടങ്ങളായാലും അതുപോലെ തന്നെ നിയമ സംവിധാനങ്ങളായാലും ഒക്കെ അതിന് വലിയ സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുകയുമാണ്, അതിന് വലിയ ഒത്താശകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ഒരു ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കാൻ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഒരു ലജ്ജാബോധത്തെ നിലനിർത്തുവാൻ, സദാചാരത്തിന് വില കൽപ്പിക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട് എന്നാണ്. ഇത് ഓൺലൈനിലും ഓഫ്ലൈനിലും ബാധകമാണ്. ഇന്ന് നമ്മുടെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വൃത്തികേടുകളുടെ വൈറസുകൾ വിരൽത്തുമ്പിൽ തന്നെ ലഭ്യമാകുന്ന ഒരു കാലത്താണ് അവർ ജീവിക്കുന്നതും വളരുന്നതുമൊക്കെ. മുമ്പ് കാലത്ത് കുട്ടികളൊക്കെ പുറത്തുപോയി ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയിട്ടാണ് പലപ്പോഴും തിന്മകളിലേക്ക്, തെറ്റുകളിലേക്ക്, അരുതായ്മകളിലേക്കൊക്കെ പോയിരുന്നെങ്കിൽ ഇന്ന് വീട്ടിനകത്ത് വെച്ചുകൊണ്ട് തന്നെ അവരുടെ വിരൽത്തുമ്പുകളിൽ വൃത്തികേടുകളുടെ വൈറസുകൾ അവർക്കുള്ളിലേക്ക് കടന്നു വരുവാനുള്ള ഒരു ലോകമാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നെറ്റിന്റെയും ചാറ്റിന്റെയും ഒക്കെ ഒരു ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ വൃത്തികേടുകളുടെ, ഈ അരുതായ്മകളുടെ വൈറസുകൾ നമ്മുടെ തലമുറകളിലേക്ക് കൂടി കടന്നു വരാതിരിക്കുവാനുള്ള ജാഗ്രത നമ്മൾ പാലിക്കണമെന്നതാണ്. നമ്മുടെ ഇസ്ലാമിക മനസാക്ഷിയെ, നമ്മുടെ തന്നെ ഇസ്ലാമിക മനസ്സ്, ഇത് പുറത്തുനിന്ന് ഒരാൾ നിയന്ത്രിക്കാൻ കഴിയില്ല, പുറത്തുനിന്ന് ഒരാൾക്കും ഈ വിഷയത്തിൽ നമ്മളെ നിയന്ത്രിക്കാൻ കഴിയില്ല. നമ്മുടെ ഇസ്ലാമിക മനസാക്ഷിയെ തന്നെ നമ്മൾ ഒരു കാവൽക്കാരനാക്കി നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കുക എന്നതാണ് അതിന് പരിഹാരം. എന്ന് പറഞ്ഞാൽ അല്ലാഹ്ക്ക് തൃപ്തികരമല്ലാത്ത, പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ഒന്നിനെയും നമ്മിലേക്ക് കടത്തിവിടാൻ അനുവദിക്കാത്ത ഒരു കാവൽക്കാരനായി, അതല്ലെങ്കിൽ ഇസ്ലാമിക സംസ്കാരത്തിന് വിരുദ്ധമായ ഒന്നിനോടും രാജിയാകാൻ കൂട്ടാക്കാത്ത ഒരു കാവൽക്കാരനായി നമ്മുടെ ഇസ്ലാമിക മനസാക്ഷിയെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിനും സദാചാരത്തിനും നിരക്കാത്ത, ഒന്നിനോടും പൊരുത്തപ്പെടാത്ത ഒരു മനസ്സ് നമ്മളിലും നമ്മുടെ മക്കളിലും വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് സാധ്യമാവുക എന്ന് ചോദിച്ചാൽ, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിലേക്ക് കടത്തിവിടുക എന്നതാണ് പരിഹാരം. ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ താൽക്കാലിക ജീവിതമല്ല. ജീവിതത്തിന്റെ ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ, ഈ പരിമിതമായ ദുനിയാവിന്റെ അതിരുകളിൽ മാത്രം ഒതുക്കി നിൽക്കപ്പെടുന്ന ഒരു ജീവിതത്തെ കുറിച്ചല്ല ദീനുൽ ഇസ്ലാം നമ്മോട് പറയുന്നത്. നമ്മുടെ മക്കളിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത് മറിച്ച് അതിനപ്പുറത്തേക്ക്, ദുനിയാവിന്റെ പരിധികൾക്കപ്പുറത്തേക്ക് ആഖിറത്തിലേക്ക് കൂടി കടന്നു ചെല്ലുന്ന, ആഖിറത്തിന്റെ വിശാലതയിലേക്ക് കൂടി കടന്നു ചെല്ലുന്ന ഒരു ജീവിതത്തെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നമ്മുടെ മക്കളിൽ, വളർന്നു വരുന്ന മക്കളിൽ, അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ
രൂഢമൂലമാക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അഥവാ അടിയുറച്ച പരലോക വിചാരത്താൽ നയിക്കപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ തന്നെ കർമ്മഭാരങ്ങളുമായി ഭാണ്ഡങ്ങളുമായി ചെന്നു നിൽക്കുന്ന ഒരു നാളിനെ ഭയപ്പെടുന്ന ഒരു മനസ്സ് നമ്മുടെ മക്കളിൽ വളർത്തിയെടുക്കുക. സുഖാസ്വാദനങ്ങളുടെ ലോകത്തെ ഈ ദുനിയാവിന്റെ പരിധികളിൽ നിന്നും അപ്പുറത്തേക്ക് സ്വർഗീയ ആരാമങ്ങളിലേക്ക്, സ്വർഗീയ സുഖാനന്ദങ്ങളുമായി അവരുടെ മനസ്സിനെ ബന്ധിപ്പെടുത്തിക്കൊണ്ട് പടച്ചവനെ ഭയപ്പെടുകയും അവരിൽ പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറുകയും നമ്മുടെ തലമുറയെ അങ്ങനെ മാറ്റുകയും ചെയ്തുകൊണ്ട് മാത്രമേ പ്രിയമുള്ളവരെ പൈശാചികതയുടെ വേലിയേറ്റത്തെ, പൈശാചികതയുടെ ഈ കടന്നാക്രമണത്തെ ചെറുക്കാനും പ്രതിരോധിക്കുവാനും എനിക്കും നിങ്ങൾക്കും സമൂഹത്തിനും സാധിക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. പടച്ചവന്റെ മുമ്പിൽ ചെന്നു നിൽക്കുന്ന നാളിനെ ഭയപ്പെടുകയും അതിന്റെ പേരിൽ ആ ഒരു ഭയവികാരത്താൽ സ്വന്തം ഇച്ഛയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നവർ, സ്വന്തം ശാരീരികമായ ആഗ്രഹവിലാസങ്ങളെ തന്റെ വരുതിയിൽ നിർത്താൻ കഴിയുകയും ചെയ്യുന്നവർ, അവർക്കുള്ളതാണ് അള്ളാഹുവിന്റെ സ്വർഗ സ്വപ്നം, അള്ളാഹുവിന്റെ സ്വർഗ സങ്കേതം എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിടുമ്പോ ആ സ്വർഗം ലക്ഷ്യമാക്കി യാത്ര തിരിച്ച ഒരു കാഫിലയിലെ അംഗങ്ങളായ വിശ്വാസികൾ എന്ന നിലക്ക് ആ സ്വർഗത്തിൽ പ്രതീക്ഷയർപ്പിക്കാനും ആ സ്വർഗത്തെക്കുറിച്ചുള്ള ബോധം മനുഷ്യ മനസ്സിൽ നമ്മുടെ തലമുറകളിൽ സജീവമാക്കി നിർത്തുവാനും സാധിച്ചുകൊണ്ടാണ് ഈ പൈശാചിക പ്രേരണകളെ, അഥവാ നമ്മുടെ ഇച്ഛകളുടെ തന്നെ, ശാരീരിക ഇച്ഛകളുടെ തന്നെ, ആ അഭിലാഷങ്ങളുടെ തന്നെ പ്രേരണയായി വന്നു ചേരുന്ന ഈ അരുതായ്മകൾക്ക് നേരെ പ്രതിരോധം തീർക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും അപകടകരമായ ഈ പ്രവണതകളെ അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ട്, പാരത്രിക ജീവിതത്തിലുള്ള അടിയുറച്ച ബോധം കൊണ്ട് നേരിടുവാനും അതിജീവിക്കുവാനും സമൂഹത്തെ നന്മയുടെ പാതയിൽ ലജ്ജാബോധത്തിലും സദാചാര ബന്ധിതമായ സദാചാരത്തിലും മൂല്യങ്ങളിലും അധിഷ്ഠിതമായ ഒരു ജീവിതത്തിലും കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അങ്ങനെ വളർത്തിയെടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام صلى الله على من لا نبي بعده وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين وجعلنا معهم يا أرحم الراحمين. أيها الإخوان والأخوات أوصيكم ونفسي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العلي العظيم. സഹോദരങ്ങളെ ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് റബ്ബിനെ ഭയപ്പെട്ട് അവന്റെ കൽപ്പന നിരോധങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്തും ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം ഒരു ജീവിതത്തിന്റെ ഏറ്റവും തീക്ഷ്ണ യൗവനം പ്രാപിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ തന്റെ സദാചാര ജീവിതത്തിന് നേരെ ഉയർന്നു വന്ന വലിയ ഒരു വെല്ലുവിളിയെ അഭിമുഖീകരിച്ചത്, അതിനെ നേരിട്ടത് പടച്ചവനിലുള്ള തന്റെ ആ ബോധ്യം വെളിപ്പെടുത്തുന്നത് എത്തിക്കൊണ്ടായിരുന്നുവെന്ന് ഖുർആൻ അടിവരയിടുന്നുണ്ട്. വളരെ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ, മറ്റാരും അറിയാത്ത, അത് പുറത്തറിയാൻ ഒരു സാധ്യതയുമില്ലാത്ത തികച്ചും രഹസ്യമായ ഒരു സന്ദർഭത്തിൽ തന്റെ ശാരീരിക ഇച്ഛകൾക്ക് വഴങ്ങുന്നതിന് പകരം, അല്ലെങ്കിൽ ആ പ്രഭുപത്നിയുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്നതിന് പകരം, ആ പ്രവാചകൻ ഉയർത്തിപ്പിടിച്ച തന്റെ സദാചാര ബോധത്തിന്റെ, ധാർമ്മിക ഔന്നത്യത്തിന്റെ ഒരു മഹത്തായ മഹോന്നതമായ ഉദാഹരണം ഖുർആൻ നമുക്ക് മുമ്പിൽ ചിത്രീകരിക്കുന്നുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പടച്ചവനെ, ഇവരുടെ പ്രലോഭനങ്ങൾക്ക് അടിപ്പെടുന്നതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് ഇവരീ വിളിച്ചുകൊണ്ടിരിക്കുന്ന, ഇവരെന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികേടിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ജയിലറകളാണ്. കാരണം ഇവരുടെ ഈ പ്രലോഭനത്തിന് അടിപ്പെട്ടില്ലെങ്കിൽ തന്നെ ജയിലിലടക്കുമെന്നാണ് അവർ ഭീഷണിപ്പെടുന്നത്. ആ ജയിലറകളിലെ ജയിൽവാസമാണ് പടച്ചവനെ ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികേടിനേക്കാളും ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നത്, എനിക്കിഷ്ടപ്പെടുന്നത്. ഈ ഒരു ധാർമ്മികമായ ഔന്നത്യമാണ്, ഈ ഒരു നിലവാരത്തിലാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും സദാചാര ധാർമ്മിക രംഗത്ത് നമ്മൾ എത്തേണ്ടത്. മറ്റാരും അറിയാത്ത സ്വകാര്യ ജീവിതത്തിൽ പോലും, രഹസ്യ ജീവിതത്തിൽ പോലും പടച്ചവൻ കാണുന്നു, അല്ലാഹ് അറിയുന്നു, നാഥന്റെ കൺവട്ടത്തുനിന്നും അകന്നു നിന്നുകൊണ്ടുള്ള ഒരു നിമിഷവും എനിക്ക് സാധ്യമല്ല ഈ ഭൂമിയിൽ എന്ന തിരിച്ചറിവോടുകൂടി നിലപാടുകൾ സ്വീകരിച്ച് ഉയർന്ന ധാർമ്മികത കാത്തു സൂക്ഷിച്ചു സദാചാരത്തിന്റെ മനോഹരമായ
അവസ്ഥയിലേക്ക് ഉയർന്നു നിൽക്കാൻ നമുക്കും നമ്മുടെ തലമുറകൾക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ധാർമ്മിക ഔന്നത്യം നേടിയെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.